നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100-ലധികം മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുക. എല്ലാം മുൻവർഷ ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. അവസാദ ശിലയ്ക്ക് ഉദാഹരണം കൽക്കരിയാണ്. കൽക്കരി. ഈ കൽക്കരിയിൽ കാർബണിന്റെ അളവിനനുസരിച്ച് കൽക്കരിയെ എത്രയായിട്ട് തരംതിരിക്കാം? 4ആയിട്ട് തരംതിരിക്കാം. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയെ എത്രയായി തരംതിരിക്കാം? 4ആയി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ് എന്നിങ്ങനെ കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയെ 4ആയിട്ട് തരംതിരിക്കാം. അതിൽ ആന്ത്രാസൈറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് എന്താ? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ ലിഗ്നൈറ്റ്. അപ്പൊ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ആന്ത്രാസൈറ്റ്, ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ഇവിടെ 4ാമത്തെ ഓപ്ഷൻ ഗ്യാബ്രോ. എന്താ ഗ്യാബ്രോ? ഗ്യാബ്രോയുടെ മറ്റൊരു പേരാണ് കൃഷ്ണശില. കറുത്ത നിറത്തിലുള്ള ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്യാബ്രോ അഥവാ കൃഷ്ണശില. ഗ്രാനൈറ്റ്. ഓപ്ഷൻ എ ഗ്രാനൈറ്റ്. ഉറപ്പുകൂടിയ ശിലയാണ് ഏത്? ഗ്രാനൈറ്റ്. ബസാൾട്ട് ഒരു ആഗ്നേയ ശിലയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധപ്പെടാത്തത് ഓൾ ഓഫ് ദി എബവ് ബന്ധപ്പെട്ടതാണ് ഈ തന്നിരിക്കുന്നത്. ഉദ്ഘാടനം നടന്നത് ഫെബ്രുവരി 15, 2019 ട്രെയിൻ 18 എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയപ്പെട്ടത്. ട്രെയിൻ 18 ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിലാണ് നടന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഇത് ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓൾ ഓഫ് ദി എബോവ് ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ്. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യകാല നാമം എന്താണെന്ന് ചോദിച്ചാൽ ട്രെയിൻ 18 എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടത് ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഈ ദക്ഷിണ റെയിൽവേയുടെ എത്രാമത്തെ വന്ദേ ഭാരതാണ് കേരളത്തിലേത് എന്ന് ചോദിച്ചാൽ 3ാമത്തെ വന്ദേ ഭാരതാണ് കേരളത്തിലുള്ളത്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വന്ദേ ഭാരത് ട്രെയിനിന്റെ മിനി പതിപ്പിന് പറയുന്ന പേരെന്താ? വന്ദേ മെട്രോ. വന്ദേ ഭാരത് ട്രെയിനിന്റെ മിനി പതിപ്പിന് പറയുന്ന പേരെന്താണ്? വന്ദേ മെട്രോ. നിലവിലെ റെയിൽവേ മന്ത്രി ആരാ? അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി. ഓക്കെ, അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിവസം ഏതാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ മാസം 16 ലോക ഓസോൺ ദിനം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ എന്താ ഈ ഓസോൺ പാളിയുടെ ജോലി? ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും അത് ഭൂമിയിലേക്ക് കടക്കാതെ ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഈ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാ? ക്ലോറോഫ്ലൂറോ കാർബണുകൾ, ഹാലോണുകൾ മുതലായവ. ഈ ക്ലോറോഫ്ലൂറോ കാർബണുകളൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? റെഫ്രിജറേറ്റർ, അതുപോലെ AC, വിവിധതരം സ്പ്രേ, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഇതിൽ നിന്നൊക്കെ വമിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ, ഹാലോൺ പോലുള്ള വാതകങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുള്ളതാണ്. ഇവ ഓസോൺ പാളിയിൽ വിള്ളൽ ഏൽപ്പിക്കുന്നു. അപ്പൊ ഈ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഓസോൺ സംരക്ഷണത്തിന് ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ലോക ഓസോൺ ദിനമായിട്ട് സെപ്റ്റംബർ 16 ആചരിച്ച് വരുന്നത്.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരി. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ശരിയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. ഓൾ ഓഫ് ദി എബോ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിള. ഉയർന്ന താപനില, ഇത് നമ്മുടെ SCERT 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 18 വന്ന ചോദ്യം കേട്ടോ. അപ്പോൾ ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയാണ് നെൽകൃഷിക്ക് വേണ്ടത്. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴ എന്ന് പറഞ്ഞു. 180 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയാണ് നെൽകൃഷിക്ക് വേണ്ടത്. അപ്പൊ 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 180 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയുമാണ് ഏതിനാവശ്യം? ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നായ ഖാരിഫ് വിളയായ നെൽകൃഷിക്ക് വേണ്ടത്, നെല്ലിന് വേണ്ടത്. ഇനി 2023 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. 2023 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 2ാം സ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അലൂവിയൽ സോയിലാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. നെല്ലൊരു ആർദ്ര ഉഷ്ണമേഖല വിളയാണ്. നെല്ല് ഉയർന്ന താപനിലയും വേണം, ധാരാളം മഴയും വേണം. അതുകൊണ്ട് തന്നെ ആർദ്ര ഉഷ്ണമേഖല വിളയാണ് ഏത്? നെല്ല്. അപ്പൊ നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, നെല്ലിന്റെ ഉയർന്ന ഉൽപാദന ശേഷിയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ? പഞ്ചാബ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഹരിയാന മുതലായ സംസ്ഥാനങ്ങളിലൊക്കെ നെൽകൃഷി കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളുണ്ട്. 3 പ്രസ്താവനകളും ശരിയാണ്. 1974-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗരീബി ഹട്ടാവോ പരിപാടി നടപ്പിലാക്കി. ഇന്റർനാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല എന്താ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഗരീബി ഹട്ടാവോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയുമാണ് 5ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ജോലിക്ക് കൂലി ഭക്ഷണം. സംയോജിത ശിശു വികസന സേവന പദ്ധതി, അതായത് ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ മാസം 2-നാണ്. അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. 1975 ഒക്ടോബർ മാസം 2. സംയോജിത ശിശു വികസന സേവന പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം ഇതിന്റെ കാലയളവ് 1974 മുതൽ 79 വരെ ആയിരുന്നു. അപ്പൊ 78-ൽ, അതായത് 1 വർഷം മുൻപേ തന്നെ 5ാം പഞ്ചവത്സര പദ്ധതി ജനതാ ഗവൺമെന്റ്, പിന്നീട് അധികാരത്തിൽ വന്ന മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ഈ ഒരു പദ്ധതി അവസാനിപ്പിച്ചു. അപ്പൊ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാ? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ഈ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 78 മുതൽ 80 വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് റോളിംഗ് പ്ലാൻ ആണ്. 1978 മുതൽ 1980 വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്താണ്? റോളിംഗ് പ്ലാൻ. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ഗുണ്ണാർ മിർഡാൽ. ഗുണ്ണാർ മിർഡാൽ ആണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൽ. അപ്പൊ ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഗുണ്ണാർ മിർഡാൽ ആണ്. ഗുണ്ണാർ മിർഡാൽ. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1978-80. ആ സമയത്ത് ജനതാ ഗവൺമെന്റ് ആയിരുന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ്. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി, ഈ 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ DP ധർ ആണ് 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. 20-ദിന പരിപാടി, ഇന്ദിരാഗാന്ധി 20-ദിന പരിപാടി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും, അതായത് 20 പോയിന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ,
അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ 2 പ്രസ്താവനകൾ ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവന ശരിയല്ല. ഓക്കെ, അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1, 2 ശരിയാണ്, 3 ശരിയല്ല. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. ഈ 2 പോയിന്റ്സും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കുവാൻ കൂടുതൽ അവസരമുണ്ടാക്കിയത് 1991 ശേഷമാണ്. അപ്പൊ ഏത് വർഷത്തിന് ശേഷമാണ് പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയത് എന്ന് ചോദിച്ചാൽ 1991 ശേഷം. 1991 ശേഷം. ആഗോളവൽക്കരണം. എന്താ ആഗോളവൽക്കരണം? വിദേശ മൂലധന നിക്ഷേപം, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ വർദ്ധിക്കുന്നതിന് കാരണമായത് ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം. രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിക്കാൻ കാരണമായത് ആഗോളവൽക്കരണമാണ്. സ്വകാര്യവൽക്കരണം. LPG മാതൃക, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ മാതൃക കൊണ്ടുവന്നത് 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ LPG മാതൃക കൊണ്ടുവന്നത്. LPG മാതൃക കൊണ്ടുവന്നത് 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.